പരിപാടിയൊക്കെ തീരാൻ പോവാണല്ലോ. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി സെക്കൻഡ് നിൽക്കുന്ന FC ഗോവയ്ക്കെതിരെയാണ്. അതാണെങ്കിൽ ഫത്തോഡയിൽ ഇതുവരെ FC ഗോവയ്ക്കെതിരെ നമ്മൾ ജയിച്ചിട്ടേ ഇല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ കളി തോറ്റ് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ചെറിയ പ്രതീക്ഷ പോലും ഇല്ല. ഇപ്പൊ പേടി തോന്നുന്നില്ല. ഇല്ല അതെന്ത്? എന്തായാലും ഈ സീസൺ നമ്മൾ മൂഞ്ചി. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. പ്രതീക്ഷകളുടെ കൂമ്പാരവുമായി നമ്മൾ ഓരോ സീസണും ആരംഭിക്കും. പക്ഷെ അത് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നമ്മൾ പ്ലേ ഓഫിലെങ്കിലും കയറിയിരുന്നു. എന്നാൽ ഇത്തവണ അതിന്റെ അവസാന അവസരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന 4 മത്സരങ്ങൾ വിജയിക്കുകയും മുന്നിൽ നിൽക്കുന്ന ബാംഗ്ലൂർ, മുംബൈ ഒക്കെ തോറ്റു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി ചാൻസ് ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഹൈദരാബാദ് FC വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം സമനിലയിലാണ് പിരിഞ്ഞത്. അത് ഒരു കണക്കിന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. അതായത് മറ്റുള്ളവരൊക്കെ തോറ്റി വഴിവെട്ടി തരുന്നുണ്ട്, പക്ഷെ നമ്മൾ ജയിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു റിയാലിറ്റി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരിടാൻ പോകുന്ന 4 എതിരാളികളോടും നമ്മൾ ലെഗിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ഒരു തരത്തിലും ഒരു ഈസി അല്ലാത്തൊരു യാത്രയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഉള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ FC ഗോവയുടെ കാര്യത്തിലേക്ക് വരാം. 1ാം സ്ഥാനം നിൽക്കുന്ന മോഹൻ ബഗാനോട് പരാജയപ്പെട്ടതിന് ശേഷം 2ാം സ്ഥാനം നിൽക്കുന്ന FC ഗോവയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് പ്രയോഗിച്ച ഒരു തന്ത്രമാണ് ഏർലി ലീഡ് നേടിയിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. പക്ഷേ രണ്ടും നടന്നില്ല. FC ഗോവയ്ക്കെതിരെയും സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം FC ഗോവയ്ക്കുള്ളത് 2 ചീറ്റ് കോഡുകളാണ്. അത് മുന്നേറ്റത്തിലോ മധ്യനിരയിലോ അല്ല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സെന്റർ ബാക്കുകളായ 2 പേർ, സന്ദേശ് ജിങ്കൻ ആൻഡ് ഒഡയോ നാൻഡിയ. കറന്റ് ISLലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സെന്റർ ബാക്ക് കോംബോ ആണിത്. മറ്റൊരു ഭാഗത്തെ പറ്റി നോക്കിയില്ലെങ്കിലും ഈ സെന്റർ ബാക്ക് കോംബോ എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നുള്ള കാര്യം പഠിച്ചാൽ തന്നെ നമുക്ക് FC ഗോവയെ പരാജയപ്പെടുത്താൻ സാധിക്കും. കാരണം ഈ ഒരു ടീമിനെ ഈ ഒരു ഡിഫൻസ് ലൈൻ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെതിരെ ഏർലി ഗോൾ നേടാൻ തന്നെ കുറച്ച് പാടായിരിക്കും. ആൻഡ് തുടക്കം തന്നെ നമ്മൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്ക് വരികയും അവർ തീർച്ചയായിട്ടും ഗോൾ നേടുകയും ചെയ്യും. എങ്ങാനും FC ഗോവ ലീഡ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡിഫൻസിനെ തകർക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും. ആൻഡ് ഓൾസോ കഴിഞ്ഞ മത്സരത്തിൽ ഹീസസ് ഡിമിനസിനെയും പെപ്രയെയും പൂട്ടിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിങ്ങുകളിലൂടെ ക്രോസുകൾ നടത്തി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആ സ്ട്രാറ്റജിയും ഇവിടെ വിലപ്പോയില്ല. കാരണം വിങ്ങുകളിലുള്ളത് ബോറിസ് സിംഗും ജയ് ഗുപ്തയൊക്കെയാണ്. ഇതിനോടൊപ്പം ഹൃത്തിക് തിവാരി എന്ന് പറയുന്ന യങ് എനർജറ്റിക് ഗോൾ കീപ്പർ കൂടെ വലയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കുറെ ഗോളുകൾ നിറയ്ക്കാം എന്ന് പറയുന്ന വ്യാമോഹം ഒന്നും വേണ്ട. ഒന്നും അല്ലെങ്കിൽ മാക്സിമം 2 ഗോൾ കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ FC ഗോവയെ ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. FC ഗോവൻ മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള ഐക്കർ തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതും ബ്രൈസന്റെ ഒരു അസാധ്യ മികവും ഒക്കെ കുറച്ച് തലവേദനയാണെങ്കിലും 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം FC ഗോവയുടെ പ്രധാന താരമായിട്ടുള്ള ബോർഹ ഹെരേര ഇല്ല എന്നതും പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഇതുവരെ അവരുടെ മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള അർമാൻഡോ സാദിഖുവിന് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കുറച്ച് ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ്. ബട്ട് ദർ ഈസ് എ ട്വിസ്റ്റ്. പ്രതിസന്ധികളും ട്വിസ്റ്റുകളും ഇല്ലാത്തൊരു ബ്ലാസ്റ്റേഴ്സ് മാച്ച് ഉണ്ടാകില്ല എന്നറിയാലോ. ഏറ്റവും മികച്ച ഗംഭീര സെന്റർ ബാക്ക് എന്ന ലേബൽ തൽക്കാലം ഇല്ലെങ്കിലും ഈ ഒരു സീസണിലും ഏറ്റവും മികച്ച രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് റോൾ കൈകാര്യം ചെയ്യുന്ന ഹോർമിപ്പം റൂയിവ 4 യെല്ലോ കാർഡ് സസ്പെൻഷൻ മൂലം ഈ മത്സരം കളിക്കില്ല. മിലോസ് ഡ്രിൻസിറ്റ് എന്ന വിദേശ സെന്റർ ബാക്ക് ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിന്റെ ക്വാളിറ്റി മാത്രമേ പുലർത്തുന്നു എന്നുള്ളതും ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്താണ് ജാനുവരി ട്രാൻസ്ഫറിൽ കൊണ്ടെത്തിച്ച ആ ഉഡായിപ്പ് ട്രാൻസ്ഫറുകളെ ഒന്ന് സ്മരിക്കുന്നത്. ഒന്ന് ബികാഷുംനാം. ഇഞ്ചുറിയുമായിട്ട് ഇങ്ങോട്ട് വന്ന ആ പ്ലെയർ ഈ മത്സരത്തിൽ കളിക്കോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല. സോ ഒരു തരത്തിലും ആ ഒരു ട്രാൻസ്ഫറിനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടേ ഇല്ല. മറ്റൊരു ട്രാൻസ്ഫറാണ് ഡ്യുസാൻ ലഗാത്തോർ എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്. സ്റ്റാർട്ടിംഗ് ലെവലിൽ മച്ചാനെ പ്ലേസ് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല. പിന്നെ മത്സരത്തിന്റെ അവസാന 20 മിനിറ്റ് ആകുമ്പോൾ മച്ചാൻ ഒരു ഇമ്പാക്റ്റ് ഇല്ലാക്കാത്ത രീതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു, കളിക്കുന്നു, പോകുന്നു. പിന്നെ മിലോസിന്റെ ഒപ്പം പുള്ളിയെ കൂടെ സെന്റർ ബാക്ക് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേറ്റത്തിൽ നമുക്ക് മറ്റൊരു ഫോറിൻ പ്ലെയറിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ പറഞ്ഞു വരുന്നത് ഡ്യുസാൻ ലഗാത്തോർ മോശമാണെന്നല്ല, പുള്ളിയെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വശം. അത് മാത്രമല്ലാതെ ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് നമ്മുടെ ടീമിനെ പ്രൊഡക്റ്റീവായിട്ട് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോ സെന്റർ ബാക്ക് റോൾ സന്ദീപിന് നൽകിയിട്ട് വലത് വിങ്ങിൽ ഐബാനെ കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു പോസിബിലിറ്റിയാണ്. സോ അതൊക്കെ ഒരു അസംഷൻ ആണ്. പക്ഷേ പരീക്ഷണത്തിനും പഠനത്തിനൊന്നും ഇനി സമയമില്ല. അവസാന അവസരമാണ്, തോറ്റാൽ പുറത്താണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഫത്തോഡയിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ FC ഗോവയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുമില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. സോ ഒരു ലേസി അപ്രോച്ച് അല്ലാതെ FC ഗോവയ്ക്കെതിരെ ഒരു ക്ലിയർ പ്ലാനുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ ഒരു മത്സരം കാണാം. എന്തായാലും മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ആക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്.